ഹെബ്രായർ 6:1. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവാണ്. എന്താണ് നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള നിർജീവ പ്രവർത്തി എന്ന് പറയുന്നത് ജീവൻ തര പ്രവർത്തികളെ ദൈവം വിശ്വാസം ഇങ്ങനെ പ്രവർത്തികളാൽ സാധൂകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തികളെ ദൈവം പിന്നെ തിരിക്കുകയാണ്. എന്താ കാര്യം? ജീവനുള്ള പ്രവൃത്തിയും ജീവനില്ലാത്ത പ്രവൃത്തിയും. എന്നുവെച്ചാൽ കൃപ നമുക്ക് നൽകുന്ന പ്രവൃത്തിയുണ്ട്. കൃപയും ജീവനും ഒരേ അർത്ഥമാണ് ബൈബിളിലുള്ളത്. ഈശോ പറയും, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമാണ്. 10:10 അങ്ങനെ പറയും. യോഹന്നാന്റെ 10:10 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും. അപ്പോൾ അവിടെ ജീവൻ എന്ന് പറയുന്നത് ആ ജീവൻ തന്നെയാണ് നമ്മൾ യോഹന്നാൻ 1:16 പറയണത്. എന്താ പറയണത്? തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. അപ്പൊ ഈ കൃപയ്ക്ക് മേൽ കൃപ നൽകിയിരിക്കുന്ന പറയണ കൃപയ്ക്ക് യോഹന്നാൻ 1:16 കൃപയ്ക്ക് മേൽ കൃപയും, യോഹന്നാൻ 10:10 ജീവനുണ്ടാകാനും സമർത്ഥമായി ഉണ്ടാകാൻ ജീവൻ സമൃദ്ധിയും മേൽകൃപയും സമർത്ഥമായ ജീവനും ഒരേ വാക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? കൃപയാണ്, ദൈവികമായ ശക്തിയാണ്. നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ശക്തി ചിലപ്പോൾ സിംഗിൾ ഫേസ് ആയിരിക്കും. അപ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു മൈക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സമർത്ഥമായ ജീവൻ എന്ന് പറയുമ്പോൾ 3 ഫേസ് ആയിട്ടുള്ള പവറാണ് വരണമെന്നുണ്ടെങ്കിൽ ഹെവി ഡ്യൂട്ടി എടുക്കും. വലിയ കാര്യങ്ങൾ, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ 14:12 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുക. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പോഴ് പിതാവിന്റെ അടുത്ത് പോവുകയും പിന്നെന്താ സംഭവിക്കണത്? പിതാവിൻ്റെ അടുത്ത് പോകുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഒത്തിരി. പിതാവിൻ്റെ അടുത്ത് പോവുകയും എന്താണ് ആ വചനം ഒന്ന് വായിച്ച്. യോഹന്നാൻ 4:14 ഒന്ന് വായിച്ച്. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് പറഞ്ഞേ, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പം ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുന്നത് കൊണ്ട് എന്ത് പറ്റി? ഇതിനേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പം വലിയ കാര്യങ്ങൾ കണ്ട. അപ്പം ദൈവം തന്നെ കാര്യങ്ങൾ എത്ര എടുത്തിരിക്കുന്നു? ചെറിയ കാര്യങ്ങളുണ്ട്, പിന്നെന്താണ്? വലിയ കാര്യങ്ങളുണ്ട്. ചെറിയ കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഥമ ആവിഷ്കാരമായ പ്രാർത്ഥനയും കൊണ്ട് ചെയ്യാൻ പറ്റും. വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ വിശ്വാസം എന്ന് പറയുന്ന സംഭവങ്ങൾ വേണം. വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വലിയ വിശ്വാസം എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ തന്നെ നമുക്ക് ചെറിയ വിശ്വാസം ഉണ്ടാകും, വലിയ വിശ്വാസം ഉണ്ടാകും. എന്ന് പറഞ്ഞ്, ക്രിസ്തുവിൽ തന്നെ നമ്മൾക്ക് ചെറിയ വിശ്വാസം ഉണ്ടാകും, വലിയ വിശ്വാസം ഉണ്ടാകും. ക്രിസ്തുവിനെ അറിയണതനുസരിച്ചാണ് ആ വിശ്വാസത്തിൻ്റെ ആക്കത്തൂക്കം ഉണ്ടാകുന്നത്. അനുപാതികം. ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നതിന് ആനുപാതികമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെ ആക്കത്തൂക്കം. ഇപ്പോഴ് അയാളോട് എന്ത് പറയുന്നു? ലൂക്കാ 7:8. ലൂക്കാ 7:8 എന്താണ്? കാരണം ഞാനും
ഞാൻ അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. അധികാരത്തിന് കീഴ്പ്പെട്ടവൻ. ക്രിസ്തു പറയുന്നുണ്ട് ഇത്രയും വലിയ വിശ്വാസം ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ് ദാറ്റ് 7:9 ലൂക്ക 7:9. യേശു ഇത് കേട്ട് അവനെ പറ്റി വിസ്മയിച്ചു. ആരെക്കുറിച്ച്? ശതാധിപനെ കുറിച്ച്. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ വിശ്വാസ അപാചയത്തിന്റെ കാലത്താണ് ക്രിസ്തു വരുന്നത്. നമ്മുടെ ജീവിതം ഇസ്രായേലിൽ പോലും ഈ ഒരു വിജാതിയൻ്റെ വിശ്വാസം ഇല്ലാത്തൊരു കാലമാണത്. ഇപ്പം ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലം നോക്കുമ്പോഴേ എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രത്യക്ഷീകരണ തിരുനാൾ ആഘോഷിക്കുന്നു? എന്തുകൊണ്ടാണ്? ഇസ്രായേലിൽ പോലും ദൈവം ആഗ്രഹിക്കുന്നൊരു വിശ്വാസ നിലവാരം അക്കാലങ്ങളിലില്ല. അതിന് പല കാര്യങ്ങൾ കൊണ്ടാണ് അത് ഉണ്ടായത്. അതുകൊണ്ട് ആട്ടിടയന്മാരെ പോയി മത്സ്യത്തൊഴിലാളികളെയൊക്കെ പോയി കാണേണ്ടി വരേണ്ട ഒരു അവസ്ഥ വരണത് അന്നത്തെ സമൂഹത്തിൽ നിലവിൽ വിശ്വാസം നിലനിൽക്കുന്ന ആൾക്കാരാണ് അവരെ. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആചാര അനുഷ്ഠാന വിശ്വാസമാണ്, അകത്തളങ്ങളിലേക്കുള്ള ആന്തരിക വിശ്വാസമില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അനുഷ്ഠാനങ്ങൾ നമ്മൾ പാലിക്കും, ആചാരങ്ങൾ നമ്മൾ പാലിക്കും, ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോകും, ചിലപ്പോൾ കുമ്പസാരിക്കും, ചില കുർബാനയൊക്കെ സ്വീകരിക്കും എന്ന് പറഞ്ഞാലും പ്രവൃത്തികളിൽ വരുമ്പോൾ ഒരു വ്യത്യാസം, ഒരു ആ വിശ്വാസത്തിൻ്റെ ആന്തരികത ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദൈവം അത് നിങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങളെ കൗണ്ട് ചെയ്യപ്പോൾ ചില ആൾക്കാർ കാണിക്കൂട്ടുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ദൈവം കൗണ്ട് ചെയ്യത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നിട്ടും പാവത്തങ്ങളോടും വീട്ടിലുള്ളവരോടും തട്ടിപ്പും അതുപോലെ തന്നെ തരികിട പരിപാടിയൊക്കെ കാണിക്കും. അപ്പോൾ തട്ടിപ്പും തരികിട പരിപാടിയും കാണിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ്? അവരെ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രമുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ദൈവം അംഗീകരിക്കുന്നില്ല. അതാണ് എൻ്റെ വിഷയം. അതാണ് ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം കണ്ടെത്തലെന്ന് വെച്ചാൽ സാധാരണ റോമൻ പവറിൽ ഉണ്ടാകുന്ന വിശ്വാസം പോലും ഇസ്രായേലിൽ ആന്തരികമായ വിശ്വാസം നിലനിൽക്കണില്ല. ഇത് സഭയ്ക്കും സംഭവിക്കും, നിങ്ങൾക്കൊക്കെ സംഭവിക്കും. നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടി ചെയ്യും സാങ്കേതികമായിട്ട്, പക്ഷേ ആന്തരികമായിട്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അറിയാൻ പറ്റും. നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഒരു നെഗറ്റീവ് സംഭവങ്ങൾ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന മങ്ങും. അല്ലെങ്കിൽ കൊള്ളാം, നമുക്ക് ദുരിതങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ ദുരിതങ്ങൾ 119 സങ്കീർത്തനം 71 തിരുവചനം, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. പറഞ്ഞ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. വചനങ്ങൾ അഭ്യസിക്കാൻ വേണ്ടിയാണ് നമുക്ക് ദുരിതങ്ങൾ തരണത്. അവൻ പറയണ പോലെ ചെയ്യണമെന്നല്ലേ വചനം. അപ്പം അവൻ പറയണ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ദൈവം തരും. ഒന്ന് അനുഗ്രഹങ്ങൾ തരും, അപ്പം നമുക്ക് ബൂസ്റ്റഡ് ആവും. അതേസമയം ദുരിതങ്ങളും തരും. എന്തിനാ കാര്യം? അപ്പം ദുരിതങ്ങൾ, ഈ ഉടമ്പടി കാലത്തുള്ള ദുരിതങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ ഡൗൺ ആയി പോകരുത്. ദൈവസ്നേഹത്തിൻ്റെ വേറെ ആവിഷ്കാരമാണത്. ദൈവസ്നേഹം നമ്മളിലേക്ക് ദുരിതമായിട്ടും വരും. ബ്ലെസ്സിങ്ങിന് ഡിസ്കസ് എന്ന് പറഞ്ഞ പോലെ പറയുകയല്ല. ഇപ്പം തന്നെ സാനിയ എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവളുടെ പ്രശ്നം എന്താ? അവൾ 4ാം നിലയിൽ നിന്ന് വീണ വല്ല പിടിയും കിട്ടുക. 4ാമത്തെ നിലയിൽ താഴെ വീണ് അവൾക്ക് ബോധം പോയി. ബോധം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ടെസ്റ്റ് പറഞ്ഞ് നിനക്ക് 3 ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ ഒരുത്തി കൊണ്ടുവന്ന് കൃപാസനം പത്രം കൊടുത്ത്. അപ്പോൾ അവൾ വിചാരിച്ച്, മാതാവേ, ഞാനിവിടുന്ന് എഴുന്നേറ്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഉടമ്പടി ചെയ്തോളാം എന്ന് പറയും. അപ്പോൾ 4ാം നിലയിൽ നിന്ന് വീണ പക്ഷിയുടെ പിറ്റേ ദിവസം ഡോക്ടർ വീണ്ടും ടെസ്റ്റ് ചെയ്ത് പറഞ്ഞ് അത് 1 ചുരുക്കി കൊടുത്ത്. 4 ഓപ്പറേഷൻ 3 ഓപ്പറേഷൻ വേണ്ട, നിനക്ക് 1 മതി എന്ന് പറഞ്ഞു.
അവളങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ചികിത്സിച്ച് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് നാട്ടിലെത്തി. അവൾ എഴുന്നേറ്റ് നടക്കണ്ടേ, 4ാം നിലയിൽ നിന്ന് വീണ്ടിരിക്കുകയാണ്, ഉറങ്ങിപ്പോയിരിക്കുകയാണ് ആൾ. അപ്പോൾ അവൾ പറഞ്ഞിരിക്കണത്, ഞാൻ ഒന്ന് എഴുന്നേപ്പിൽ നിർത്തിയാൽ മതി, ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം. ഇപ്പോൾ ആൾക്കാർ ഉടമ്പടി എടുക്കുക എന്നുള്ള ആൾക്കാർ പറയണത് അമ്മയെ വന്ന് കാണുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ഉദ്ദേശത്തിൽ വന്ന് കാണുന്നവർ ആ ഒരു സ്നേഹമാണ് അവിടുത്തെ പ്രശ്നം, ബന്ധമാണ്. ഉടമ്പടി ഒരു സങ്കീർണമായൊരു ബന്ധമാണ്, ശാശ്വത ബന്ധത്തിലേക്ക് നമ്മൾ. പക്ഷേ ആദ്യത്തെ ബന്ധം എന്താണ്? അമ്മയെ വന്ന് കാണുന്ന കാഴ്ചയും ഒരു കാഴ്ചയുടെ ഉടമ്പടിയാണ്. അത് ചുമ്മാ കണ്ടിട്ട് പോകണമല്ലല്ലോ. പിന്നെ എന്താണ്? അമ്മ പറയണ പോലെയൊക്കെ ജീവിതം ക്രമീകരിച്ച് അങ്ങനെ അവർ ഉടമ്പടി എടുക്കുന്നത്. ഇപ്പം കാഴ്ച ഉടമ്പടികൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. ഒത്തിരി പേര് വരും, വന്നിട്ട് അമ്മയെ കണ്ടിട്ട് പോകും, കണ്ണീരിട്ടിട്ട് പോകും, പിന്നെ പിറ്റേ ആഴ്ച ഒന്ന് ഉടമ്പടി എടുക്കും. അപ്പോൾ ഈ കാഴ്ച ഉടമ്പടി അവൾ പറയണത് എന്നെ ഒന്ന് എഴുന്നേപ്പിൽ നിർത്തിയാൽ മതി, നിർത്തിയാൽ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറയും. അപ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവളുടെ ആ കിടപ്പ് കാലത്ത് ഒരു അച്ഛൻ വന്നിട്ട് അവളുടെ ഫോട്ടോ എടുത്തിട്ട് പറയും, ഇത് എൻ്റെ ഫേസ്ബുക്കിൽ ഇടട്ടെ, നിങ്ങൾക്കിപ്പോൾ ഭയങ്കര കഷ്ടപ്പാടല്ലേ, നിങ്ങളുടെ അക്കൗണ്ട് ഇട്ടാൽ മതി, ചിലപ്പോഴേ ആരെങ്കിലുമൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ അവരുടെ മെയിൻ പ്രശ്നം എന്തായിരുന്നു? വർഷങ്ങളായിട്ട് വീടില്ല, അതാണ് പ്രശ്നം. വർഷങ്ങളായിട്ട് സ്വന്തമായിട്ട് വീടില്ല. ഇപ്പം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോഴുണ്ട് അവർക്ക് വീട്, അവരുടെ ചികിത്സ മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാൾ വന്ന്, പിന്നെ ഉടനെ അവർക്ക് വീട് വാങ്ങിച്ചു കൊടുക്കാൻ ആൾ വന്നു, അത് ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ വേറെ ആൾ വന്ന്, പെട്ടെന്നാണ് അവൾ എഴുന്നേറ്റ് വരുന്ന മുമ്പ് അവർക്ക് വീട് സ്ഥലവുമായി ഉടനെ. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മുടെ കാഴ്ച ഉടമ്പടിക്ക് മുമ്പ് ഒരു നേർച്ച ഉടമ്പടി വരുന്നുണ്ട്. എത്ര തരം ഉടമ്പടിയാണ് ആൾക്കാർ പറയണത് ഇപ്പം? ആദ്യം തന്നെ എന്താ? നേർച്ച ഉടമ്പടിയാണ്. എന്താണ്? ഞാൻ അമ്മയെ വന്ന് കണ്ടോളാം. അപ്പം തന്നെ കണ്ടോളാം എന്ന് പറയുമ്പോൾ എന്താണ്? വാഗ്ദാനമായി. വാഗ്ദാനം വന്നു കഴിഞ്ഞാൽ ഉടനെ, വാഗ്ദാനത്തിലല്ല ഉടമ്പടി, വാഗ്ദാന പേടകമല്ലേ അമ്മ. അപ്പോൾ വാഗ്ദാനത്തിലാണ് ഉടമ്പടി. ആദ്യ ഉടമ്പടി ചെയ്യണ വാഗ്ദാനത്തിലാണ്. പിന്നെയാണ് ആദ്യം നേർച്ച ഉടമ്പടി, പിന്നെ കാഴ്ച ഉടമ്പടി, പിന്നെയാണ് നമ്മൾ മാതാവുമായിട്ട് മരിയൻ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം ഈ നേർച്ച ഉടമ്പടി തന്നെ ആദ്യമേ ഫലിച്ചു. പിന്നെ എന്താണ്? പിന്നെയാണ് അവൾ അമ്മയെ വന്ന് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നത്. അപ്പോൾ ഈ വിഷയമെന്ന് പറയണത്, ഇതിൻ്റെ ഉള്ളിൽ ഈ വിശ്വാസത്തിൻ്റെ ഒരു വളർച്ചയുണ്ട്. വിശ്വാസത്തിൻ്റെ വളർച്ച എന്ന് പറയണത് ഈ ദുരിതകാലത്തും ദൈവത്തിൻ്റെ സ്നേഹം അവൾ അനുഭവിക്കുകയാണ്. അതാണ് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ഞാൻ ആ കാലങ്ങളിലെല്ലാം എൻ്റെ കർത്താവിൻ്റെ വചനം പാലിക്കാൻ എനിക്ക് കഴിഞ്ഞു, അതാണ് പറയണത്. ഇപ്പോൾ ഓരോ ദുരിതങ്ങൾക്ക് പോലും ഉദ്ദേശം എന്താണ്? ഉടമ്പടി തന്നെയാണ് ഉദ്ദേശം. അതാണ് 119:71 വായിച്ചേ. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു, ഞാൻ അങ്ങയുടെ വചനങ്ങൾ അഭ്യസിച്ചു. ഉടമ്പടി പാലിച്ചു എന്നാണ് പറയണത്. ഇപ്പം അപ്പം ഉടമ്പടി ഇടക്കുണ്ടാകുന്ന ദുരിതങ്ങൾ എന്തിനുള്ളതാണ്? ചില ആൾക്കാർക്ക് വിവരമില്ലാത്ത കാരണം അവർ വീണ് പോയിട്ടുണ്ട്. എന്താ കാര്യം? ഉടമ്പടി എടുത്തിട്ടും എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പല ആൾക്കാർ പറയും. ഞാൻ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് അങ്ങനെ സംഭവിച്ചു. ഉടമ്പടി എടുക്കാത്തവർ, ഞാൻ തന്നെ വെച്ച അതേ കാര്യം വെച്ചവർ, അവർ അത് നേടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് ദുരിതമായി. ചില ആൾക്കാർക്ക് ദുരിതം ഉഴപ്പായി പോയി കാണും. കാര്യം അതായത് ഉതപ്പ് വരണ ആർക്കാണ്? ഉതക്കാൻ കഴിയുന്ന എളിതരം ഉള്ളിടത്തല്ലേ വാദം കോച്ചണത്. ആയുർവേദം എന്താ പറയണത്? എളിതരം ഉള്ളിടത്ത് വാദം കോച്ചു വന്ന്. ഇപ്പം വാദം ഇങ്ങനെ കോച്ചിപ്പിടുത്തം ഉണ്ടാകണം എവിടെയാണ് ബോഡിയിൽ നീര് കെട്ടാൻ സാധ്യതയുള്ളത് അവിടെ ഇങ്ങനെ കോച്ചും. നിങ്ങൾ ഉടമ്പടി എടുക്കാൻ ഉള്ള ആൾക്കാർക്കും എന്തെങ്കിലും വിഷയബന്ധിയാണ് വിശ്വാസമെങ്കിൽ ആ വിഷയം അതുപോലെ നടന്നില്ലെങ്കിൽ അവിടെ വാദം കൊച്ചും. ഉടമ്പടിയിൽ എപ്പോഴും വരേണ്ടത്, നിങ്ങൾ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിങ്ങളുടെ വിഷയമല്ല, വ്യക്തിയാണ്. ഉടമ്പടിയുടെ ലക്ഷ്യം ആരാണ്? വിഷയമല്ല. ആരാണ്? വ്യക്തിയാണ്, ദൈവമാണ്. നിങ്ങളുടെ വിഷയം ദൈവത്തിന് ഏൽപ്പിച്ചിട്ട് അവൻ പറയുന്ന പോലെ ചെയ്യുമ്പോൾ
എന്താണ് സംഭവിക്കേണ്ടത്? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയാണ്. ദാറ്റ് മീൻസ് ദൈവത്തെ മുമ്പത്തെക്കാൾ വിധമായി വിശേഷവിധിയായി സ്നേഹിക്കാൻ വേണ്ടി ദൈവം നിങ്ങൾക്കൊരു അവസരം തരുന്നതാണ് ഉടമ്പടി. എന്താ? ദൈവം നിങ്ങൾക്ക് ഒരവസരം തരുന്നതാണ് ഉടമ്പടി, വിശേഷവിധിയായി സ്നേഹിക്കാൻ വേണ്ടി. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് 10 ദിവസം കൊണ്ട് ചോദിച്ചില്ലേ? അവസാന കാലങ്ങളിൽ 3 പ്രാവശ്യം ഇടവിട്ട് ചോദിച്ചില്ലേ? എന്താണ്? ഇവരെക്കാൾ അധികമായി നീ എന്നെ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 21:15. യോഹന്നാൻ 21:15. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ, അവരുടെ പ്രഭാത ഭക്ഷണം കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു. യേശു പത്രോസിനോട് ചോദിച്ചോ? യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? എന്നെ സ്നേഹിക്കുന്നു. അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. ഇങ്ങനെ 3 പ്രാവശ്യം ഈശോ ചോദിച്ചിട്ടുണ്ട് പത്രോസിനോട്. 3 പ്രാവശ്യം. ഇങ്ങനെ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും ഓരോ കോംപ്ലിക്കേറ്റഡ് അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കാം, ഓരോരോ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം ഇതുപോലെ ഉടമ്പടിയിൽ നിങ്ങളോട് ഓരോരോ ഘട്ടങ്ങളിൽ, ഇപ്പം ദുരിതം കിട്ടിയാലും അനുഗ്രഹം കിട്ടിയാലും കർത്താവ് ചോദിക്കാത്ത ചോദ്യം എന്താണ്? നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഉടമ്പടി എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിലേക്കുള്ള ഒരു ഭയങ്കര വിളിക്കുള്ളിലെ വിളിയാണ്. എന്താണ്? എ കോൾ വിത്തിൻ കോൾ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്കൊരു വിളിയുണ്ട്, വിശ്വാസത്തിൻ്റെ വിളിയുണ്ട്. ആ വിശ്വാസത്തെ വിളിയിൽ നിന്നാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിളിക്കുള്ളിലെ വിളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിലേക്കുള്ള വിളിയാണത്. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി മാത്രമുള്ള ഒരു നീക്കുപോക്കല്ലത്. എന്താണ്? ദൈവത്തിൻ്റെ സങ്കീർണമായ സ്നേഹത്തിലേക്കും ആത്മബന്ധത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ആത്മബന്ധത്തിലേക്ക് വിളിക്കുന്ന അങ്ങയുടെ പൗത്ര വാത്സല്യത്തിന് നന്ദി പറയുന്നു. പത്രോസില്ലേ ഇപ്പം ഇങ്ങനെ വിശേഷവിധിയായി നീ എൻ്റെ കുഞ്ഞാടുകൾ മേയ്ക്കുക, നീ എൻ്റെ കോലാടുകൾ മേയ്ക്കുക, ഇങ്ങനെ പുതിയ പുതിയ ഉത്തരവാദിത്തം കൊടുത്തുകൊണ്ട് അധികാരം ഏൽപ്പിക്കുമ്പോൾ ഇത് ദൈവവിളി. ആ വിളിയിലൂടെ പത്രോസ് ചെയ്യുന്നതിന് ശേഷം എല്ലാ അപ്പോസ്തലന്മാരെക്കാൾ വിശേഷമായ അധികാര അവകാശങ്ങൾ നേടുന്നുണ്ട്. അപ്പോൾ എല്ലാവരെക്കാൾ വിശേഷവിധിയായ അധികാര അവകാശങ്ങൾ നേടുന്നത് പോലെ തന്നെ നിങ്ങൾ വിശ്വാസം ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശേഷവിധിയായ അധികാര അവകാശങ്ങൾ നിങ്ങൾ ആത്മീയ മേഖലയിലും എല്ലാ മേഖലയിലും നിങ്ങൾ നേടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന വിഷയങ്ങൾക്കെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം ദൈവത്തോട്. ഇപ്പോൾ അതെന്തറിയാമോ? ആദ്യത്തെ 10 ദിവസത്തിൻ്റെയൊക്കെ നിലവാരം എന്താ? ആദ്യത്തെ വിശ്വാസത്തിൽ 10 ദിവസത്തെ നിലവാരം ആ 5 ഭർത്താക്കന്മാരുണ്ടായ സമറിയാക്കാത്തിയുടെ നിലവാരമായിരുന്നു. ഒന്ന് നോക്കിയേ, 10 ദിവസത്തിൻ്റെ വളർച്ച നിങ്ങൾ കാണണം. വിശ്വാസത്തിനൊരു വളർച്ചയുണ്ട്. ഉടമ്പടി നീലയാണ് ഞങ്ങളുടെ ഉടമ്പടി സിൽവർ ഗ്രേ ആണെന്നും പറഞ്ഞ് തലയിൽ വെച്ചിട്ടുണ്ടെന്നൊരു കാര്യമില്ല. അത്രയും വിശ്വാസ വളർച്ച ഉണ്ട്. അതിപ്പോൾ ഞാൻ ഉടമ്പടി സിൽവർ ഗ്രേ ബാൻ ചെയ്തിരിക്കുകയാണ്. എന്താ കാര്യം? ഉടമ്പടി സിൽവർ ഗ്രേയും കൊണ്ടുവന്ന കക്ഷികൾ പലതും എന്നോട് ആവലാതികൾ പറഞ്ഞു. ആവലാതികൾ പറഞ്ഞപ്പോൾ മനസ്സിലായി ഇപ്പോഴും ഇവർ ആവലാതി ക്രിസ്ത്യാനിയാണ്. പേപ്പർ മാത്രമേ കളർ മാറിയിട്ടുള്ളൂ. ഇവിടെ കളർ മാറിയിട്ടില്ല, ഇവിടെ പഴയ കളർ തന്നെയാണ്. സിൽവർ ഗ്രേയിൽ ആൾക്കാർ വന്നിട്ട് പഴയ നക്കാപ്പിച്ച അവലാതി ഇവരാദ്യം വന്ന കാലത്ത് പച്ച ഉടമ്പടിയാടുന്ന കാലത്ത് ആവലാതി പറഞ്ഞ പോലെ ആ ആവലാതി തന്നെ സിൽവർ ഗ്രേയും പറയുന്നുണ്ടെങ്കിൽ ഇവർ പത്രം വാങ്ങിച്ച് കളർ മാറ്റിയെന്നല്ല, ഇവിടെ കളർ മാറിയിട്ടില്ല. ഇവർ പഴയ ആൾക്കാർ തന്നെ വിശ്വാസത്തിൽ ഇപ്പോഴും ABCD ആയിട്ടുള്ള ആ 4ാം ക്ലാസ് പഠിപ്പായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ സിൽവർ ഗ്രേ ബാൻ ചെയ്ത് എനിക്കിനി ബോധ്യപ്പെടണം ഇവർ വിശ്വാസത്തിൽ വളർന്നു. കാര്യം വിശ്വാസത്തിലൊരു വളർച്ചയുണ്ട്.
ഈ പത്രോസിൻ്റെ സ്റ്റാൻഡേർഡ് എന്തായിരുന്നു? 5 ഭർത്താക്കന്മാരുണ്ടായ സമറിയാക്കാരത്തിയുടെ സ്റ്റാൻഡേർഡായിരുന്നു. ഈ 2 കക്ഷികളും ഒരു കാലത്ത് കർത്താവിൻ്റെ വചനം ഒരുപോലെ മനസ്സിലാക്കിയ ആൾക്കാരാണ്. നമുക്കറിയാമല്ലോ, സമറിയാക്കാരത്തെ കഥ നിങ്ങൾക്കറിയാമല്ലോ. ഒരു സ്ത്രീ വെള്ളം കോരാൻ വന്നു, സമറിയായിലൊരു സ്ത്രീ വെള്ളം കോരാൻ വന്നു. വെള്ളം കോരാൻ വന്നപ്പോൾ എവിടെയാണ് സമറിയ എന്നറിയണം. അതായത് ഇസ്രായേൽ ജനം വാഗ്ദാന പേടകവുമായിട്ട് വരണ്ട ഭൂമിയിലൂടെ ഉരുണ്ട് കയറിയ സ്ഥലമാണ്, വിശ്വാസത്താൽ കയറിയ സ്ഥലമാണ്. അവർ കാനാൻ ദേശത്ത് നിന്ന്, അവർ ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ ഈ കാനാൻ ദേശം ഈ ജോർദാൻ നദി മുറിച്ച് കയറുന്നത് സമറിയയിലാണ് കയറുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം വിശ്വാസത്തിൻ്റെ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് കയറിയ ആ ഒരു സ്ഥലത്താണ് ഈ കിണർ കുഴിച്ചിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ കിണറിലെ കർത്താവ് വരുമ്പോൾ ഒരു സ്ത്രീയെ കാണും. അവർ വെള്ളം കോരാൻ വന്നതാണ്. അപ്പോൾ കർത്താവ് അവളോട് ചോദിക്കും, എനിക്കിത്തിരി കുടിക്കാൻ തരുമോ എന്ന് ചോദിക്കും. അപ്പോഴുടനെ ഇവൾ ജാതി പറയും. ഉടമ്പടിക്ക് നമ്മൾ ജാതി പറയത്തില്ല. എന്താ കാര്യം? ദൈവം ഒറ്റ ജാതിയായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കണ കാരണം അവിടെ ജാതിയില്ല. ഉടമ്പടിക്ക് മതവും പറയത്തില്ല, പക്ഷെ ക്രിസ്തുവിനെ പറയും. എന്താ കാര്യം? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. കാര്യം 2:30 ലൂക്ക 2:30 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ലൂക്ക 2:30 എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി, ഏറ്റുപറഞ്ഞ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു. അപ്പൊ ക്രിസ്തുവിനെ ഒരുക്കിയിരിക്കുന്നത് ആരാണ്? ആർക്ക് വേണ്ടിയാണ്? സകല ജനങ്ങൾക്ക് വേണ്ടി. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മള് ലൂക്ക യോഹന്നാന്റെ 21:6 കണ്ടിരിക്കുന്ന പത്രോസല്ലേ, എല്ലാവരെക്കാൾ അധികമായി സ്നേഹിച്ച പത്രോസ്. അങ്ങയുടെ ആദ്യത്തെ സാക്ഷരതാ നിലവാരം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സാക്ഷാത് നിലവാരം ഈ 5 ഭർത്താക്കന്മാരുണ്ടായ സമറിയാക്കാരത്തിയുടെ അതേ സാംസ്കാരിക വചന ഗ്രഹണ നിലവാരമായിരുന്നു. അതറിയണമെന്നുണ്ടെങ്കിൽ ലൂക്ക യോഹന്നാന്റെ സുവിശേഷം 4:33 എടുത്ത്. യോഹന്നാൻ 4:33 ആരെങ്കിലും ഇവന് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ഈ സമറിയായുടെ കിണറിന്റെ കരയിൽ നിൽക്കുകയാണ്. അപ്പൊ കർത്താവ് ദാഹിച്ച് പൊരിഞ്ഞ് അവിടെ വന്നു. ശിഷ്യന്മാരെ ഉച്ചഭക്ഷണത്തിനായി പറഞ്ഞയച്ചു വാങ്ങിച്ചുകൊണ്ട് വരാൻ. അവർ ഭക്ഷണം കൊണ്ട് വന്നപ്പോൾ സ്ത്രീയോട് കർത്താവ് സംസാരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഇവർ ഭക്ഷണം കൊണ്ട് വന്നിട്ട് കർത്താവിൻ്റെ ചോദിക്കും, ഗുരു ഭക്ഷണം എന്ന് പറയും. അപ്പോൾ കർത്താവിൻ്റെ പറയണത്, നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അതാണ് സംഭവം. നിങ്ങൾ അറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അതാണ് പിന്നെ 6:36 ഈശോ അത് റെക്ടിഫൈ ചെയ്യും. എന്താണ്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം. ഇപ്പം അറിയാത്ത ഭക്ഷണം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്നുള്ളത് പത്രോസ് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പത്രോസ് അന്ന് വളർന്നിട്ടില്ല. പത്രോസ് അതിന് എന്താ പറയണത്? ആരെങ്കിലും ഇവർ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത് കാണുമോ? അറിയാത്ത ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അതിൻ്റെ ആധ്യാത്മികമായ ആന്തരിക അർത്ഥത്തെ വിവേചിക്കാൻ കഴിയാത്ത ഈ ആധ്യാത്മികതയിൽ വളരെ പാപ്പരത്വം ഉണ്ടായിരുന്ന പത്രോസ് പറഞ്ഞ് ആരോ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. ഈ സ്റ്റാൻഡേർഡ് തന്നെയാണല്ലോ ആ ചേടത്തിക്ക് ഉണ്ടായത്. ആ ചേടത്തിയോട് എന്താ പറഞ്ഞത്? ഈശോ എന്താ പറയണത്? 4 അതായത് 4:10 ഈശോ പറയവേ നീ. അപ്പം ഈശോ ആ സ്ത്രീയോട് ചോദിക്കും, എനിക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തരാൻ പറയും. അപ്പോൾ ആ സ്ത്രീ എന്നാ പറയും? നീ യഹൂദനാണ്, ഞാൻ സമരക്കാരത്തി. യഹൂദനും സമരക്കാരും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഈശോ എന്ന് പറയും, നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരാണെന്ന് നീ അറിയുകയും
അവനോട് നീ ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ വെള്ളം നൽകുകയും ചെയ്യും. അപ്പോൾ അവളെന്ന് പറയും, കിണറാണെങ്കിൽ ആഴമുള്ളത്, ഇതിൻ്റെ ഈ പാത്രവുമില്ല, പിന്നെ വെള്ളം എങ്ങനെ കിട്ടും? അത് തന്നെ കണ്ട ഈശോ തന്നെ വിശ്വസിക്കാതിരുന്നവരെ സ്വീകരിക്കാതിരുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് അവൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞത്, പക്ഷേ ആ ചെടുത്തി പൊട്ടക്കിണറ്റിലെ വെള്ളമായിട്ടാണ് കണക്കാക്കിയത്. അത് ഈ രണ്ട് കക്ഷികളും തോറ്റിരിക്കണം അവിടെ. ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ രണ്ട് കക്ഷികളും തോറ്റു, ഒരുപോലെ തോറ്റു. കൂടെ നടന്ന പത്രോസിനും വിവരമില്ല. അതുപോലെ തന്നെ കഠിനವಾಗಿ കണ്ടുമുട്ടിയ ആ സ്ത്രീക്ക് രണ്ടുപേർക്കും ഒരേ സാക്ഷരതയാണ്. ഈ സാക്ഷരതയിൽ നിന്നാണ് ഇനി വളർന്ന് വരേണ്ടത്. അപ്പം നിങ്ങൾ ഓർക്ക് നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയെന്ന് പറയുമ്പോൾ ക്രിസ്തു നിങ്ങളുടെ പോക്കറ്റിലാന്ന് വിചാരിക്കരുത്. ക്രിസ്തു പോക്കറ്റിൽ ചാടിപ്പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരു അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങളെ ഇനി എന്ത് ചോദിച്ചാലും ദൈവം തരും, ആര് ചോദിച്ചാലും ദൈവം തരുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, അതൊരു ആദ്യ നിലവാരമാണ്. ആദ്യ നിലവാരം നിങ്ങളോട് പറയും, ഇനി വളരാൻ പറയും. ക്രിസ്തു എന്ന് പറയണത് ആഴമായി നിങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. നിങ്ങൾ ഇനി ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി ഉയരാൻ പറയും, ഉയരാനും വളരാനും പറയും. ഉടമ്പടിയാണ് നിങ്ങളെ ക്രിസ്തുവിൽ ഉയരുകയും വളർത്തുകയും ചെയ്യണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് 6:1 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ പക്വതയിൽ വളരുവാൻ ക്രിസ്തുവിനെ കുറിച്ച് അങ്ങയെക്കുറിച്ചുള്ള അറിവിനാൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ, ഞങ്ങളെ ആഴപ്പെടുത്തണമേ. ഹല്ലേലൂയ.